അതുകൊണ്ട് വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട എറണാകുളം മഹാരാജാസ് കോളേജ് ഇന്ന് തുറക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് കോളേജ് തുറക്കുക. അതിനിടെ കോളേജിന് മുന്നിൽ SFI വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഡാനി തുടരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷങ്ങളുടെ മുറിവ് ഉണങ്ങിയിട്ടില്ല. അതിനുശേഷം ഇന്ന് വീണ്ടും കോളേജ് തുറക്കുമ്പോൾ ഒരു സമാധാന അന്തരീക്ഷമാണോ അവിടെയുള്ളത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? നിലവിലൊരു സമാധാന അന്തരീക്ഷമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി കോളേജ് അടഞ്ഞു കിടന്നു. അതിനുശേഷം തുടർച്ചയായ ചർച്ചകൾ നടന്നു. അതിൽ അധ്യാപക രക്ഷാകർതൃ സംഘടനകളുടെ യോഗം നടന്നു. ആ യോഗത്തിൽ ചില കാര്യങ്ങൾക്ക് ധാരണയായിരുന്നു. പ്രത്യേകിച്ച് കോളേജിൽ കർശനമായ രീതിയിലേക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. കാരണം പുറമേയുള്ള പല കോളേജുകളിലും കാണുന്ന നിയന്ത്രണങ്ങൾ മഹാരാജാസ് കോളേജിന് അകത്ത് ഇല്ല എന്ന പരക്കെയുള്ളൊരു പരാതിയാണ്. ഇത് തന്നെയാണ് കോളേജിനകത്തെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ളൊരു കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമാക്കുക. സാർവത്രികമായ എല്ലാ കോളേജുകളിലും ഇപ്പോൾ കുട്ടികളുടെ കഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും ഐഡൻറ്റിറ്റി കാർഡ്. ഇതുവരെയും മഹാരാജാസ് കോളേജിനകത്തേക്ക് ആ രീതിയിലുള്ളൊരു കാര്യങ്ങൾ കടന്നു വന്നിട്ടില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ മനസ്സിലാക്കുന്നത്. ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമാക്കുക. അതോടൊപ്പം തന്നെ വൈകിട്ട് 6 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾ ഇവിടെ തുടരാൻ അനുവദിക്കില്ല എന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മറ്റു കോളേജുകളിലെല്ലാം തന്നെ വളരെ കൃത്യമായി നടപ്പാക്കുന്ന കാര്യങ്ങൾ മഹാരാജാസ് കോളേജിൽ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഒപ്പം ഈ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം കൂട്ടുക, അത്തരം കാര്യങ്ങൾ നിയന്ത്രണങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രതിനിധികൾ അവരുടെ ഭാരവാഹികളുടെ യോഗത്തിൽ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞ് ഇത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുവെന്ന് കൃത്യമായി അവരോട് പറയുകയും ചെയ്തിരുന്നു. അത് അവർ കൂടി സമ്മതിക്കുന്നു. ഒപ്പം നിലവിലുള്ള കേസുകൾ, ഈ വിദ്യാർത്ഥി സംഘടനത്തെ തുടർന്നുണ്ടായ കേസുകൾ, അത് പോലീസ് അതേവഴി തന്നെ തുടരുകയും ചെയ്യും. കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുന്ന അന്വേഷണങ്ങളുണ്ട്, ഒരു ഇന്റേണൽ എൻക്വയറി എന്ന രീതിയിൽ അത് തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനെ മറ്റൊന്നും ആരെയും ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് മഹാരാജാസ് കോളേജിലെ SFI യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കോളേജിന് ഗേറ്റിന് മുന്നിൽ തന്നെ ഇപ്പോൾ സമരം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. കാരണം അവരുടെ സംഘടനാ പ്രസിഡന്റ് തന്നെ യൂണിറ്റ് പ്രസിഡന്റ് തന്നെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവമുണ്ട്. ഇതിൽ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം. ഈ കേസിന് ഉത്തരവാദികളെ കൃത്യമായി അവർക്ക് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ആരംഭിച്ചിട്ടുള്ളത്. കോളേജ് തുറക്കുന്നു. അതോടൊപ്പം തന്നെ SFIയുടെ ഭാഗത്തു നിന്ന് കോളേജ് ഗേറ്റിന് മുന്നിൽ ഈ സമരവും ആരംഭിച്ചിട്ടുണ്ട്. ഭവ്യ, അതോടൊപ്പം നമുക്കറിയാം ഡാനി, വിദ്യാർത്ഥി സംഘടനകൾ സജീവമാണ് മഹാരാജാസിൽ. ഇന്ന് ദിവസങ്ങൾക്ക് ശേഷം കോളേജ് തുറക്കുന്ന വേളയിൽ കഴിഞ്ഞ ദിവസത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇന്ന് അത്തരം പ്രതിഷേധ പ്രകടനങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. കാരണം കോളേജിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും കൊണ്ടുപോകരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എങ്കിലും SFIയുടെ നേതൃത്വത്തിൽ സമരം പുറത്ത് ആരംഭിച്ചിട്ടുണ്ട്. ആ സമരം അവരുടെ ഭാരവാഹിയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSUവിൻ്റെയും അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റിയുടെയും ഭാരവാഹികളും ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ആ കേസിലും മുഴുവൻ പേരെയും SFI പ്രവർത്തകർക്കെതിരെ കേസ് ചുമത്തിയിരുന്നു. ഏതാണ്ട് 15ഓളം പേരെ കേസിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 2 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. ഇങ്ങനെ ഈ തുടർച്ചയായ കേസുകൾ ഉണ്ടാകുന്ന, അതുപോലെ SFI പ്രവർത്തകരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് പോലീസിൻ്റെ ഇടപെടൽ എന്ന വലിയ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ആരും തന്നെയും ഈ ഒരു ആവശ്യത്തിലേക്ക് സമരരംഗത്തേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ വന്നിട്ടില്ല. അതായത് ഈ രാത്രികാലങ്ങളിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് പുറത്തുള്ളവരും കയറുന്നു, ഹോസ്റ്റലുകളിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകുമെന്ന് മനസ്സിലാക്കണമോ? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് എത്രത്തോളം നടപ്പാകുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. മഹാരാജാസിൽ നിയന്ത്രണങ്ങൾ പല കാലങ്ങളിൽ കൊണ്ടുവരുന്നുവെങ്കിലും പലപ്പോഴും അത് നടപ്പാക്കാതെ പോകുന്നുണ്ട്, പലപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടാറുണ്ട്. ഇത് പക്ഷേ കർശനമായിട്ട് തന്നെ നടപ്പാക്കണമെന്ന് തന്നെയാണ്. കാരണം ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ഇക്കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു. മഹാരാജാസ് കോളേജിനെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കൃത്യമായ രീതിയിൽ അവിടെ മോണിറ്ററിംഗ് ഉണ്ടാകും, കർശനമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കും, വിദ്യാർത്ഥി സംഘടനത്തിൻ്റെ ഒരു വേദിയാക്കി അത് മാറ്റരുത് എന്നതെല്ലാം
എന്നെല്ലാം തന്നെ അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മുന്നോട്ടുള്ള പോക്കിൽ വലിയ രീതിയിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ്. പോലീസിൻ്റെ ഒരു സാന്നിധ്യം കുറച്ച് ദിവസം കൂടി ക്യാമ്പസിന് പുറത്ത് തുടരും എന്നും അറിയിച്ചിട്ടുണ്ട്. ഭവ്യ. ശരി, നന്ദി ഡാനി. ഇപ്പോൾ വിശദമായ വിവരങ്ങൾക്ക്.